ഹലോ ഫ്രണ്ട്സ്, ഞാൻ കൊച്ചു, ഞാൻ അമ്മു. മോഡേൺ മല്ലൂസിൻ്റെ പുതിയൊരു വീഡിയോ സീരീസിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്ന് പറയുന്നത് ഹോം തിയേറ്റർ ബിൽഡിൻ്റെ ഒരു സീരീസാണ്. ഇതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഹോം തിയേറ്ററിൻ്റെ കമ്പോണൻസ് വാങ്ങുന്നത് മുതൽ നമ്മൾ കംപ്ലീറ്റ് പരിപാടി അസംബ്ലി ചെയ്ത് എല്ലാം സെറ്റപ്പ് ചെയ്ത് മെഷർ ചെയ്ത് എല്ലാ പരിപാടികളും ചെയ്ത് നമ്മൾ കംപ്ലീറ്റ് ഹോം തിയേറ്റർ സെറ്റപ്പിൻ്റെ ഒരു ഗൈഡാണ്. ഇത് നമുക്ക് ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ കണ്ടൻറ് ഉള്ളതുകൊണ്ട് നമ്മളിതൊരു സീരീസ് ആയിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഓരോ ആഴ്ച 1-2 വീഡിയോ വീതമായിരിക്കും നമ്മളിത് ഇറക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ എന്തൊക്കെയാണ് ഈ വീഡിയോ സീരീസ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ആദ്യം ഈ സീരീസിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന കണ്ടൻറ് എന്താണെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ ബിൽഡ് ഗോൾസ് ആണ്. അതായത് നമ്മൾ ഏത് തരത്തിലുള്ള ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളതാണ് ആ വീഡിയോയിൽ കവർ ചെയ്യുക. രണ്ടാമത്തെ ഭാഗം ഏതൊക്കെ പാർട്സ് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ കവർ ചെയ്യുക. മൂന്നാമത്തെ വീഡിയോയിൽ നമ്മൾ പ്രൊജക്ടർ ആൻഡ് സ്പീക്കർ പ്ലേസ്മെൻ്റ് ആണ്. പ്രൊജക്ടറിൻ്റെയും അതുപോലെ തന്നെ സ്പീക്കർ പ്ലേസ്മെൻറ്റ്, ടി വി ആണെങ്കിൽ ഇതിൻ്റെയൊക്കെ പ്ലേസ്മെൻറ്റ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. അപ്പോൾ അതാണ് ആ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുക. അത് കഴിഞ്ഞാൽ കണക്ഷൻസിന് വേണ്ടി മാത്രം ഒരു വീഡിയോ ഉണ്ടാകുന്നതായിരിക്കും. പിന്നെ കേബിൾ മാനേജ്മെൻറ്റ് ചെയ്യാൻ ജനറലി ഒരു വീഡിയോ. അത് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്നാൽ പൊതുവെ ആരും സംസാരിക്കാത്ത ഒരു വീഡിയോയാണ് മെഷർമെൻറ്റും അതുപോലെ റൂം കറക്ഷനും. നമ്മൾ സ്പീക്കേഴ്സും അതുപോലെ ഹോം തിയേറ്ററൊക്കെ സെറ്റപ്പ് ചെയ്യുമ്പോൾ റൂം കറക്ഷൻ വളരെ പ്രധാനപ്പെട്ടാണ്. അത് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതും നമ്മൾ സംസാരിക്കുന്നത്. അതുപോലെ റൂം മെഷർമെൻറ്റും സ്പീക്കർ മെഷർമെൻറ്റും ഒക്കെ ചെയ്യുന്നതായിരിക്കും. അവസാനമായിട്ട് നമ്മുടെ തിയേറ്റർ വാച്ചിങ് എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് ഷെയർ ചെയ്യുന്ന ഒരു വീഡിയോയും കൂടെ ചെയ്ത് നമ്മൾ ആ സീരീസ് അവസാനിപ്പിക്കും. അപ്പോൾ നമ്മുടെ ഈ സീരീസിലെ ആദ്യത്തെ വീഡിയോ ആയിട്ടുള്ള ഹോം തിയേറ്റർ സെറ്റപ്പ് ഗോൾസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഹോം തിയേറ്റർ സെറ്റപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ലക്ഷ്യം വെക്കുന്ന ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് എന്താണെന്ന് നമുക്കൊരു വ്യക്തത വേണം, അല്ലേ? എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ആ ലക്ഷ്യം എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ കാര്യത്തിൽ നമ്മൾ തിയേറ്റർ സെറ്റ് ചെയ്യുന്നത് നമ്മുടെ സ്വീകരണ മുറിയിലാണ്. നിങ്ങളിൽ പലരും സ്വീകരണ മുറിയിൽ തന്നെ ആയിരിക്കാം തിയേറ്റർ സെറ്റപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുക. എല്ലാവർക്കും ഒന്നും ഒരു ഡെഡിക്കേറ്റഡ് തിയേറ്റർ റൂം ഉണ്ടാവണമെന്നില്ല. ഇനി നിങ്ങൾക്ക് തിയേറ്റർ റൂം ഉണ്ടെങ്കിൽ നല്ലത്. ഇതിൽ നമ്മൾ സംസാരിക്കുന്ന മിക്ക കാര്യങ്ങളും നിങ്ങൾക്കും ആപ്ലിക്കബിൾ ആയിരിക്കും. അപ്പോൾ നമ്മളുടെ കാര്യത്തിൽ നമ്മൾ ക്വാളിറ്റി ഓവർ ക്വാണ്ടിറ്റി എന്നുള്ള ഒരു അപ്രോച്ചാണ് എടുക്കുന്നത്. അതായത് നമ്മൾ ഈ ഒരു സ്പേസിൽ നമുക്ക് എത്ര സ്പീക്കർ വെക്കാം എന്നൊക്കെയുള്ളതിന് പല പരിമിതികളുമുണ്ട്. ആ പല പരിമിതികൾക്കകത്ത് നിന്നാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ഡോൾബി 5.1 സെറ്റപ്പാണ്. ഈ 5.1 ആണ് നമ്മൾ സെറ്റപ്പ് ചെയ്യുന്നതെങ്കിലും നിങ്ങൾക്കതനുസരിച്ച് 7.2 ഇനിയും 7.2.4 ഒക്കെ സെറ്റപ്പ് ചെയ്യണമെങ്കിലും ഇതേ രീതി തന്നെ ഫോളോ ചെയ്യുക. പക്ഷേ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ അതിൻ്റെ സെറ്റപ്പിലോട്ട് വരുമ്പോൾ പറയാം. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് 5.1 ആണ്. അതിനുള്ള സ്പേസാണ് നമുക്കുള്ളത്. പക്ഷേ നമ്മൾ ഹൈ ക്വാളിറ്റി കമ്പോണൻസ് ഉപയോഗിച്ച് ഹൈ ക്വാളിറ്റി പെർഫോമൻസ് കിട്ടുന്ന രീതിയിലുള്ള ഒരു സെറ്റപ്പാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ നമ്മുടെ ഹോം തിയേറ്റർ സെറ്റപ്പിൻ്റെ അടിസ്ഥാന ഘടന എങ്ങനെയാണ് എന്നുള്ളത്, അതായത് ഏത് രീതിയിലും നമ്മൾ കമ്പോണൻസ് കണക്ട് ചെയ്യാൻ പോകുന്നുള്ളതിൻ്റെ അടിസ്ഥാന ഘടന മാത്രം ഒന്ന് നമ്മൾക്ക് ഔട്ട്ലൈൻ ചെയ്യാം. ആദ്യമേ തന്നെ നമ്മുടെ സോഴ്സ് ഡിവൈസസ് ആണ്. സോഴ്സ് ഡിവൈസസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടൻറ്റ് പ്ലേ ചെയ്യുന്ന ഡിവൈസസ് ആണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ എക്സ്ബോക്സ് അതിലൊന്നാണ്. എക്സ്ബോക്സിൽ നമ്മൾ ഗെയിം കളിക്കാനും അതുപോലെ ബ്ലൂറേ ഡിസ്ക് പ്ലേ ചെയ്യാനും ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഫയർ ടി വി സ്റ്റിക്ക് 4K അതിലാണ് നമ്മൾ സിനിമയെല്ലാം കാണുന്നത്. അതിൽ നമുക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള സിനിമ കാണാനും വകുപ്പുണ്ട്. അപ്പോൾ നമുക്ക് അത് രണ്ടുമാണ് നമ്മുടെ സോഴ്സ് ഡിവൈസ്. ഇത് നമ്മൾ നമ്മുടെ മരാൻസിൻ്റെ AVR അല്ലെങ്കിൽ ഓഡിയോ വീഡിയോ റിസീവറിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. ഒരു AVR വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിന് നമ്മൾ ട്യൂട്ടോറിയൽ നേരത്തെ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നമുക്കിവിടെ ലിങ്ക് ചെയ്യുന്നതായിരിക്കും. നിങ്ങളത് കണ്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് കാണുക. AVRൽ നിന്ന് നമ്മൾ സാധാരണഗതിയിൽ സ്പീക്കേഴ്സിലേക്കും സബ്വൂഫറിലേക്കും നേരിട്ട് കൊടുക്കുകയാണ് ചെയ്യുക. നമ്മുടെ കാര്യത്തിൽ AVRൽ നിന്ന് ഒരു ആംപ്ലിഫയറിലേക്ക്, ഒന്നിലധികം ആംപ്ലിഫയറിലേക്ക് പലപ്പോഴും കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവിടുന്ന് സ്പീക്കേഴ്സിലേക്കും അതുപോലെ തന്നെ സബ്വൂഫറിലേക്കും കൊടുക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഒരു സെറ്റപ്പ്. അപ്പോൾ ലാസ്റ്റ് സ്റ്റേജിൽ ഓഫ് കോഴ്സ് സ്പീക്കേഴ്സ്. ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സെറ്റപ്പിൻ്റെ ഒരു ബേസിക് ആർക്കിടെക്ചർ. അതും കൂടെ നിങ്ങൾ ഈ വീഡിയോയുടെ ഭാഗമായി മനസ്സിലാക്കിയിരിക്കുന്നത് നന്നാവും എന്ന് കരുതി. ഇനി ഒരു ഹോം തിയേറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം വരുന്ന സംഭവം എന്ന് പറയുന്നത് ഒരു വലിയ സ്ക്രീനാണ്. ആ സ്ക്രീനല്ലേ നമുക്ക് ഒരു വലിയ എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരു 150 ഇഞ്ച് സ്ക്രീനിലേക്ക് പ്രൊജക്റ്റ് ചെയ്യാം എന്നാണ്. ഇനിയിപ്പോൾ ഒരു 170 ഇഞ്ചിലേക്ക് നമുക്ക് മാക്സിമം പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റിയാൽ അത് പെർഫെക്റ്റ് ആയിട്ട് തോന്നുന്നുണ്ട്, അല്ലേ? മിനിമം 150, മാക്സിമം ഒരു 170 കിട്ടിയാൽ ദാറ്റ്സ് വെരി ഗുഡ്. അതെ.
അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മളുടെ ചാനലിൽ വരുന്നതെങ്കിൽ ചാനലിൻ്റെ കണ്ടൻറ്റൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഇനേബിൾ ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോസ് വരുമ്പോൾ ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ ഹോം തിയേറ്റർ സെറ്റ് ചെയ്യുന്നത് നമ്മുടെ ലിവിംഗ് റൂമിലാണല്ലോ. അപ്പോൾ നമുക്കറിയാം, നമുക്ക് സ്പീക്കർ, ആംപ്ലിഫയർ, അങ്ങനെ ഒരുപാട് ഇൻസ്ട്രുമെന്റ്സ് നമ്മൾ അതിൽ കണക്ട് ചെയ്യണം അല്ലേ. അപ്പോൾ ഒരുപാട് വയേഴ്സ് ഇതുമായിട്ട് അസോസിയേറ്റ് അവിടെ ഇവിടെ ഒക്കെ കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ കേബിൾസ് അവിടെ ഇവിടെ എല്ലാം തൂങ്ങിക്കിടന്ന് നമ്മുടെ റൂം വൃത്തികേടായി ആ ഹോം തിയേറ്റർ എന്ന് പറയുന്ന എക്സ്പീരിയൻസിനെ അത് ബാധിക്കാൻ സാധ്യതയില്ലേ. അപ്പോൾ നമ്മുടെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് ഈ കേബിൾസ് എല്ലാം വളരെ നല്ല രീതിയിൽ മാനേജ് ചെയ്യുക. നല്ലൊരു കേബിൾ റൗട്ടിംഗ് ആണ് നമ്മുടെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ റിയർ സ്പീക്കേഴ്സ് വയർലെസ് ആക്കി വെക്കുക എന്നാണ് നമ്മൾ പ്ലാൻ ചെയ്യണത്. അതെ, അതാകുമ്പോൾ നമുക്ക് പുറകോട്ട് കേബിൾസ് വലിക്കുന്ന പ്രശ്നമില്ല. നമുക്ക് പരിമിതികളുണ്ടല്ലോ എന്തുമാത്രം കേബിൾ റൂട്ടിങ് നമുക്ക് ചെയ്യാം എന്നുള്ളത്. അപ്പം അതും നമ്മുടെ ഒരു പ്രധാന ഘടകമാണ്. പ്രത്യേകിച്ച് നമ്മൾ സ്വീകരണമുറി ചെയ്യുമ്പം അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പലരും ശ്രദ്ധിക്കാറില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ അതുപോലുള്ള ഒരു ഹോം തിയേറ്റർ സെറ്റപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ് എന്തൊക്കെയാണ് നമ്മളത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം സിനിമ കാണുക, ഗെയിം കളിക്കുക അല്ലേ. അതുപോലെ തന്നെ സിനിമ കാണുക എന്ന് പറയുമ്പം രണ്ട് തരത്തിലുണ്ട്. ഒന്നെന്ന് പറയുന്നത് നമ്മൾ OTT പ്ലാറ്റ്ഫോംസ്, നെറ്റ്ഫ്ലിക്സിന്നൊക്കെ പ്ലേ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഗെയിം കളിക്കുന്ന കൺസോളിൽ നമുക്ക് ബ്ലൂറേ ഡിസ്ക് ഇട്ടിട്ട് 4K ബ്ലൂറേസ് എൻജോയ് ചെയ്യാൻ പറ്റും. അങ്ങനെ സിനിമ കാണാം. പിന്നെ നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് കാണാറുണ്ട്. ഇതൊക്കെ നമ്മുടെ ലക്ഷ്യമാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ഹോം തിയേറ്ററിൽ മ്യൂസിക്, അതായത് നമ്മുടെ ഇതേ തിയേറ്ററിൽ ഉപയോഗിച്ചിരിക്കുന്ന മെയിൻ സ്പീക്കേഴ്സ് ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ മ്യൂസിക് ലിസൺ ചെയ്യുന്നത്, സ്റ്റീരിയോ മ്യൂസിക് ലിസണിങ്. ആ മ്യൂസിക് ലിസണിങ്ങിന് വേണ്ട പ്രൊവിഷനിങ്, അതായത് അതിനെ പറ്റിയുള്ള ഒത്തിരി ഡീറ്റെയിൽഡായിട്ട് നമ്മൾ ഈ സീരീസിൽ കവർ ചെയ്യില്ല. പക്ഷേ അതിനുവേണ്ടിയുള്ള പ്രൊവിഷനിങ്ങും കൂടെ നമുക്കിവിടെ വേണം. അതും കൂടെ നമ്മുടെ ലക്ഷ്യമാണ് ഈ തിയേറ്റർ സെറ്റപ്പ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇനി ഈ തിയേറ്ററിൽ വേറൊരു ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മൾ വളരെ ലോങ് വാച്ചിങ് സെഷൻസ് ഉണ്ട് അല്ലേ. നമ്മൾ ചിലപ്പം ഒരു വെള്ളിയാഴ്ച വൈകിട്ടൊക്കെ നമ്മൾ സിനിമ കാണാൻ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പം വെളുപ്പിനെ വേറെ സിനിമയും കണ്ടുകളായി. നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഉള്ള ഒരു, അതായത് ഇതിപ്പോൾ കണ്ടില്ല, ഇതൊരു റിക്ലൈനർ സീറ്റിംഗ് ആണ്. ഇപ്പം റിക്ലൈനർ സീറ്റിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും കുറേ കൂടെ കംഫർട്ടബിൾ ആയിട്ടിരിക്കാം. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ എനിക്കിതാ ഈ സൈഡിൽ നിന്ന് ഇത് അത്ര ഒരു ഇലക്ട്രിക് റിക്ലൈനർ ഒന്നും അല്ല. ഇത് സാധാരണ സിമ്പിൾ റിക്ലൈനറാണ്. ഇതിൽ ഇങ്ങനെ എനിക്ക് കാലൊക്കെ ഉയർത്തി സുഖമായിട്ട് ഇങ്ങനെ ഇരിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അങ്ങനെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുക എന്നുള്ളതും നമ്മൾ തിയേറ്റർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ഈ തിയേറ്ററിലെ ഡിസൈൻ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ റിമോട്ടൊക്കെ എടുക്കാം എന്നുള്ളതും പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ പിന്നെ നമുക്ക് ഇടയ്ക്ക് വല്ല കോഫിയോ ഡ്രിങ്ക്സോ അതിനുള്ള ഒരു പ്രൊവിഷനിങ്, അതെ, നമുക്ക് വെള്ളം എടുക്കാൻ നമുക്ക് എണീറ്റ് പോകണ്ട, ഇവിടെ വെക്കാം എന്നുള്ളതാണ്. അപ്പം ഒരു പ്രോപ്പർ തിയേറ്റർ എക്സ്പീരിയൻസ് തരാൻ ഇതുപോലുള്ള സീറ്റിങ്ങും പ്രധാനമാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു പോയിന്റ്. അപ്പോൾ നമ്മളുടെ ഡിസൈൻ ലക്ഷ്യങ്ങൾ, നമ്മൾ ഏത് തരത്തിലുള്ള തിയേറ്ററാണ് ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ അടുത്ത പാർട്ടിൽ നമ്മൾ ഏതൊക്കെ ഘടകങ്ങൾ, ഏതൊക്കെ കമ്പോണൻസ് ആണ് നമ്മൾ നമ്മുടെ തിയേറ്റർ സെറ്റപ്പിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ കൂടുതൽ പേരിലെത്തിക്കാൻ വേണ്ടി ഷെയർ ചെയ്താൽ നന്നായിരിക്കും. അതേപോലെ ചാനലിലെ കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ അമർത്തിയിട്ട് നോട്ടിഫിക്കേഷൻ ഇനേബിൾ ചെയ്യുക. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ കാര്യം, അതെ, ഇൻസ്റ്റാഗ്രാമിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ബിഹൈൻഡ് ദ സീൻ ഫോട്ടോസും വീഡിയോസും ഒക്കെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഈ കണ്ടന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഇതാണ്. അതേപോലെ തന്നെ അടുത്ത ആഴ്ച കാണുന്നത് വരെ ടേക്ക് ഗുഡ് കെയർ ഓഫ് യുവർ സെൽഫ് ആൻഡ് ഗുഡ് ബൈ.